വീണ്ടും ന്യൂസ് മലയാളം പ്രീ പോൾ സർവേ 2026 അതിന്റെ രണ്ടാം ഘട്ടം അങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സനീഷ്, പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. അരമണിക്കൂർ കഴിഞ്ഞേ ഉള്ളൂ, 1.5 മണിക്കൂർ കൂടെ ഉണ്ട്. പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിലേക്ക് നമുക്ക് പരിശോധിക്കാം അല്ലേ. ഏറ്റവും നിർണായകമായ ചോദ്യത്തിന്റെ ഉത്തരം ശനിയാഴ്ചയാണ്. അതെ, അടുത്ത ആഴ്ചയേ ഉള്ളൂ അല്ലേ. ഏതായാലും അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ജനങ്ങളിലേക്ക് ഏറ്റവും ആഴത്തിൽ കടന്നു ചെല്ലുന്ന സൈബർ പ്രചാരണങ്ങളിൽ ഏത് പാർട്ടിയാണ് മുന്നിൽ എന്നൊരു ചോദ്യം ഞങ്ങൾ സർവേയുടെ ഭാഗമായിട്ട് ചോദിച്ചു. സൈബർ ഇടത്തിൽ ആര് മുന്നിൽ എന്ന ചോദ്യത്തിന് ലഭിച്ച മറുപടി ഇങ്ങനെയായിരുന്നു. CPIM 45% പേര് പറഞ്ഞു CPIM ആണ് മുന്നിൽ നിൽക്കുന്നതെന്ന്. CPIയുടെ പേര് 2.60% പേര് പറഞ്ഞു. കോൺഗ്രസ് 23.40% പേര് കോൺഗ്രസ് ആണ് മുന്നിൽ എന്ന് പറഞ്ഞു. BJP മുന്നിലാണെന്ന് വിചാരിക്കുന്ന ആളുകൾ 12.80% പേരുണ്ട്. ലീഗ് മുന്നിലാണ് വിചാരിക്കുന്ന ആളുകൾ 4.60% പേരുണ്ട്. മറ്റുള്ളവരാകെ 11.60% പേര്. ഇതിനകത്തുള്ള കണക്കിതാണ് ഹർഷ. CPIM സൈബർ ഇടത്തിൽ മുന്നിട്ട് നിൽക്കുകയാണെന്ന് 45% പേര് കണക്കാക്കുന്നു എന്ന് എന്തുകൊണ്ടായിരിക്കും ഹർഷ വന്നിട്ടുണ്ടാവുക എന്ന് എനിക്ക് ഒരുപക്ഷെ ഈ സർക്കാരിൻ്റെ ഈ കാലമൊക്കെ എത്തുമ്പോഴേക്ക് തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോഴേക്ക് അവരുടെ പരസ്യ പ്രചാരണങ്ങൾ ഒരുപാട് മുന്നോട്ടെത്തിയിരുന്നു. അതായത് മൊത്തത്തിൽ നമ്മളൊന്ന് പരിശോധിച്ചാൽ CPIM വളരെ പിന്നിലായിരുന്നു. അവർക്കൊരു കേന്ദ്രീകൃതമായ ഒരു സംവിധാനമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ അവർ വളരെ സജീവമായി സോഷ്യൽ മീഡിയയിൽ ഇടപെടാൻ തുടങ്ങി. അതിൻ്റെ ബാക്കിയാണ് ഈ കണക്ക്. അല്ല, അതിനകത്ത് ഒരു കാര്യം കൂടെ നമ്മൾ കണക്കിലെടുക്കണം. എനിക്ക് തോന്നുന്നത് ഇത് ഈ അവസാന സമയത്ത് PRDയിലൂടെയും മറ്റും സർക്കാർ നടത്തിയ പുറത്തെ പ്രചാരണങ്ങളുണ്ടല്ലോ, ഇത് ഫ്ലക്സും കാര്യങ്ങളൊക്കെ, അതിൻ്റെ പ്രതിഫലനം അത് അപ്പാടെ ഫോട്ടോ എടുത്തിട്ട് അവരുടെ ആളുകൾ സൈബർ എടുത്ത് ഓടിക്കുന്നതും കൂടെ കൂടി. അപ്പോൾ ഇത് വല്ലാത്ത തോതിൽ ഹെവി ആയിട്ട് അവരുടെ കാര്യങ്ങൾ ഭരിച്ചു സർക്കാർ ഇടതുമുന്നണിയുടേതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ കാര്യക്ഷമമായി അതിൻ്റെ പ്രവർത്തകരൊന്നും സോഷ്യൽ മീഡിയയിൽ സജീവമായി ഇടപെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴേക്ക് ഈ സ്ലീപ്പിംഗ് നിശബ്ദരായിരുന്ന കക്ഷികളെല്ലാം അങ്ങനെ ഉണർന്നെണീറ്റ് വീണ്ടും സജീവമായി. അതൊന്ന് രണ്ടാമത്തേത് ഞാൻ പറഞ്ഞതുപോലെ ഈ മറ്റ് പാർട്ടികൾക്ക് ആർക്കും ഇല്ലാത്ത എന്ന് വെച്ചാൽ CPI വിട്ടുള്ള ബാക്കി പ്രതിപക്ഷത്തുള്ള പാർട്ടികൾക്ക് ആർക്കും ഇല്ലാത്ത വിധം കണ്ടന്റ് നിർമ്മിക്കാൻ അവരുടെ കയ്യിൽ സർക്കാർ മിഷനറി ഉണ്ടായിരുന്നു. അത് മറ്റേതെങ്കിലും ഒരു കാലത്ത് ഇല്ലാത്തതിനേക്കാൾ കൂടുതലായിട്ട് ഈ സർക്കാർ, പിണറായി സർക്കാർ ഉപയോഗിച്ചു. അതെല്ലായിടത്തും വന്നു. നല്ല കൊള്ളാവുന്ന പരസ്യങ്ങളുമായിരുന്നു. ആ പരസ്യങ്ങൾ സ്വാഭാവികമായിട്ടും ഹർഷൻ ഇപ്പോൾ പറഞ്ഞ പോലെ സ്ലീപ്പിംഗ് സെൽസ് ആയിരുന്ന അവരുടെ ആളുകൾ സംഘടിതമായിട്ട് സൈബർ ഇടത്തിൽ മുന്നോട്ട് കൊണ്ടുപോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ കാണുമ്പോൾ സൈബർ ഇടത്ത് CPIM ആണ് മുന്നിട്ട് നിൽക്കുന്നത് എന്നതാണ് എൻ്റെ കാര്യം. റൈറ്റ്. ഇനി അടുത്ത് നോക്കുന്നത് വോട്ട് ചെയ്യുന്നതിൽ നിങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ് എന്നതാണ്. വിവിധ ചോദ്യങ്ങളുണ്ട്. അതിൽ എന്തെല്ലാം വിഷയങ്ങളാണ് വോട്ട് ചെയ്യുന്നതിൽ ജനങ്ങളെ സ്വാധീനിക്കുന്നത് എന്ന് സംസ്ഥാന സർക്കാരിൻ്റെ പ്രകടനം എന്ന് 62.2% പേർ പറയുന്നു. പ്രാദേശിക പ്രശ്നങ്ങളെന്ന് 2.6% പേർ പറയുന്നു. പ്രതിപക്ഷത്തിൻ്റെ പ്രകടനമെന്ന് 18.4% പേർ പറയുന്നു. സ്ഥാനാർത്ഥിയുടെ മികവാണ് എന്ന് 2.6% പേർ പറയുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ പ്രകടനമാണെന്ന് 7.7% പേർ പറയുന്നു. സനീഷ്, ഇതൊക്കെ രാഷ്ട്രീയമായി തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്ന നിലപാടാണ്. രാഷ്ട്രീയ നിലപാടുകളാണെന്ന് 0.9% പേർ മാത്രമാണ് രാഷ്ട്രീയ നിലപാടുകളാണ് വോട്ട് ചെയ്യുന്നതിൽ ഞങ്ങളെ സ്വാധീനിക്കുന്നതെന്ന് പറയുന്നത്. മതസംഘടനകളുടെ നിലപാടാണെന്ന് 0.1% മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ മതസംഘടനകളെല്ലാം വല്ലാതെ വാചകം അടിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പ്രാദേശിക വികസനമാണ് എന്ന് 0.1% പേർ പറയുന്നു. MLA-യുടെ പ്രകടനമാണെന്ന് 5.4% പേരും പറയുന്നു. 5.4% പേർ. പക്ഷേ ഇതൊക്കെ ഏതെങ്കിലും നമ്മളങ്ങനെ നിസ്സാരമായി തള്ളിക്കളയാനും പറ്റില്ല. കാരണം നേരിയ ശതമാനത്തിന് തെരഞ്ഞെടുപ്പിൻ്റെ അന്തിമ ഫലം വരുമ്പോൾ ഇതെല്ലാം നിർണായകമാണ്. ഇത് പക്ഷേ നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ചൂടായി നിൽക്കുന്ന അന്തരീക്ഷത്തിലേക്ക് പോയിട്ട് വീടുകളിൽ കയറി നടത്തിയ സർവേയിലെ അഭിപ്രായ പ്രകടനമാണിത്. വീടുകളിൽ കയറി നടത്തിയ അവരുടേതായിട്ടുള്ള കാമായിട്ടുള്ള അന്തരീക്ഷത്തിൽ സ്വന്തം അഭിപ്രായ പ്രകടനം ധൈര്യമായിട്ട് നടത്താവുന്ന അന്തരീക്ഷത്തിൽ സമയമെടുത്ത് നടത്തിയ സർവേയിലെ അഭിപ്രായ പ്രകടനമാണ് ഇത്. യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിന് സന്തോഷിക്കാനുള്ളൊരു കാര്യമാണ് ഈ ആദ്യം കാണുന്ന കാര്യം. സംസ്ഥാന സർക്കാരിൻ്റെ പ്രകടനമാണ് വോട്ടിനെ സ്വാധീനിക്കുന്ന ഏറ്റവും വലിയ ഘടകമെന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്നുണ്ട്. തീർച്ചയായും. പക്ഷേ അത് തെറ്റായി വേണമെങ്കിലും ആളുകൾ എടുക്കാം. കംപ്ലീറ്റ് ചെയ്ത പ്രശ്നം മനസ്സിലാവും. അതായത് നമ്മൾ ഇന്നലെ പരിശോധിച്ച കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിൻ്റെ റോഡ് വികസനം, അങ്ങനെ ഇൻഫ്രാസ്ട്രക്ചർ വികസനം, സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതുപോലുള്ള കാര്യങ്ങൾക്കെല്ലാം അനുകൂലമായിട്ടുള്ള നിലയായിരുന്നു നമ്മൾ നമ്പറിൽ കണ്ടത്. അതായത് സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനം തെറ്റില്ലാത്തതാണ് എന്ന് വിലയിരുത്തുന്നവരുടെ എണ്ണമായിരുന്നു കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതിൽ കൂടുതൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാരിൻ്റെ പ്രകടനമാണ് ഞങ്ങൾ വിലയിരുത്തുക എന്ന് പറയുമ്പോൾ അത് നിശ്ചയമായിട്ടും സംസ്ഥാന സർക്കാരിന് അനുകൂലമായിട്ടുള്ള, ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള സാഹചര്യത്തെ ഉണ്ടാക്കുന്നുണ്ട്. ഇതിൽ എനിക്ക് കൗതുകമായിട്ട് തോന്നിയൊരു കാര്യം, രാഷ്ട്രീയ നിലപാടുകൾ 0.9% ഞങ്ങൾ പരിഗണിക്കുന്നുള്ളൂ എന്ന് ജനം പറയുന്നു എങ്കിൽ അതായത്
എന്തുകൊണ്ടായിരിക്കണം എനിക്കത് ഒന്നുകൂടെ വിശദമായിട്ടൊക്കെ ആലോചിച്ചാലേ അത് വ്യക്തമാവാത്തത് കൊണ്ടായിരിക്കുമോ എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. ഒന്ന്, രാഷ്ട്രീയ നിലപാടുകൾക്ക് മുകളിലേക്ക് ഈ കാര്യങ്ങളെല്ലാം കയറി നിൽക്കണം. അതൊരു വസ്തുതയാണ് ഹർഷ. അതായത് ഈ സംസ്ഥാന സർക്കാരിൻ്റെ പ്രകടനമാണ് പ്രചണ്ഡമായിട്ടുള്ള പ്രചാരണത്തിലൂടെ ഇങ്ങോട്ട് വന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ പ്രകടനമാണ് തെറ്റായത്, അല്ലെങ്കിൽ പ്രകടനം മോശമായിരുന്നു എന്ന് പ്രതിപക്ഷം പറയുകയും ചെയ്തിരുന്നു. ആരോഗ്യവകുപ്പിൻ്റെ വീഴ്ചകൾ, അവസാന ഭാഗത്തൊക്കെ ആകുമ്പോഴേക്ക് കത്രിക വയറ്റിൽ വെച്ച് മറന്നത്, കുഞ്ഞിൻ്റെ കൈ മുറിച്ചത്, ഇതൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രകടനത്തിൽ കണക്കിലാണ് വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ആകുന്നതിൽ കാര്യമില്ല. ഇതിൽ MLA-യുടെ പ്രകടനം ഇതൊരു വലിയ കണക്കാണ്. 5.4% പേര് MLA-യുടെ പ്രകടനത്തിന് വോട്ട് ചെയ്യുന്നവരുണ്ട്. അതായത് സിറ്റിംഗ് MLA-മാരുടെ പ്രകടനം ഈ തെരഞ്ഞെടുപ്പിൽ 5% എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട വലിയ കണക്കാണ് മൊത്തം വോട്ട് ശതമാനം നോക്കുമ്പോൾ. അപ്പോൾ 5.4% പേര് MLA-മാരുടെ പ്രകടനത്തിനാണ് വോട്ട് ചെയ്യുന്നതെങ്കിൽ അത് വളരെ കാര്യമായി തന്നെ ഈ വോട്ടിങ്ങിനെ സ്വാധീനിക്കും. അതെ, അതായത് ഇത് നമ്മൾ കാണുന്ന പോലെ തന്നെ, അതായത് സർക്കാരിൻ്റെ പ്രകടനമാണ് ഇവിടെ LDF ആണെങ്കിലും UDF ആണെങ്കിലും NDA ആണെങ്കിലും മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അതിൻ്റെ മുകളിലാണ് തെരഞ്ഞെടുപ്പ് എന്നാണ് നമ്മുടെ അന്തരീക്ഷം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വോട്ടിങ്ങിനെ സ്വാധീനിക്കുന്ന വിവിധ ഘടകങ്ങൾ ഏതൊക്കെയെന്ന് പാർട്ടികൾക്ക് അനുകൂലമായി, ഏതൊക്കെ പാർട്ടികൾക്കാണ് ഈ ഘടകങ്ങൾ അനുകൂലമായി വരിക? കുറച്ച് സങ്കീർണമായി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ്. എങ്കിലും ഈ വോട്ടിങ്ങിനെ സ്വാധീനിക്കുന്ന വിവിധ ഘടകങ്ങൾ ഏതൊക്കെ പാർട്ടിക്ക് അനുകൂലമായി വരും എന്ന ചോദ്യത്തോട് ആളുകൾ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന് നോക്കാം. സംസ്ഥാന സർക്കാരിൻ്റെ പ്രകടനം അനുകൂലം, സനീഷ് നേരത്തെ പറഞ്ഞ വിലയിരുത്തൽ ശരിയാണ്. അനുകൂലമായി വരുന്നത് LDF-ന് 63% പേരും പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ പ്രകടനം LDF-ന് അനുകൂലമായി വരുമെന്നാണ്. 29.7% പേര് പറയുന്നത് UDF-ന് അനുകൂലമായി വരുമെന്നാണ്. 7.3% പേര് പറയുന്നത് അത് NDA-ക്ക് അനുകൂലമായി വരുമെന്നാണ്. പ്രതിപക്ഷത്തിൻ്റെ പ്രകടനം 37.9% പേര് LDF-ന് അനുകൂലമായി വരുമെന്ന് വിലയിരുത്തുന്നു. 53.2% പേർ UDF-ന് അനുകൂലമായി വരുമെന്ന് വിലയിരുത്തുന്നു. 8.8% പേര് അത് NDA-ക്ക് അനുകൂലമായി വരുമെന്ന് പറയുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ പ്രകടനം 35.3% പേര് പറയുന്നത് LDF-ന് അനുകൂലമായി വരുമെന്നാണ്. 35.9% പേര് പറയുന്നത് UDF-ന് അനുകൂലമായി വരുമെന്നാണ്. 28.8% പേർ പറയുന്നത് NDA-ക്ക് അനുകൂലമായി വരുമെന്നാണ്. മതസംഘടനകളുടെ നിലപാട് നോക്കിയാൽ 40.4% പേർ അത് LDF-ന് അനുകൂലമായി വരുമെന്ന് പറയുന്നു. 45.2% പേർ അത് UDF-ന് അനുകൂലമായി വരുമെന്ന് പറയുന്നു. 14.4% പേർ അത് NDA-ക്ക് അനുകൂലമായി വരുമെന്ന് പറയുന്നു. MLA-മാരുടെ പ്രകടനത്തിൽ 54.7% പേരും പറയുന്നത് അത് LDF-ന് അനുകൂലമായി വരുമെന്നാണ്. 36% പേർ അത് UDF-ന് അനുകൂലമായി വരുമെന്ന് പറയുന്നു. 9.3% പേർ അത് NDA-ക്ക് അനുകൂലമായി വരും എന്നുമാണ് പറയുന്നത്. ഇനി മറ്റു ഘടകങ്ങൾ കൂടിയുണ്ട്, മറ്റു ചില ഘടകങ്ങൾ കൂടിയുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. പ്രാദേശിക പ്രശ്നങ്ങൾ 50% LDF-ന് അനുകൂലമായി വരും, 39% UDF-ന്, 11.1% NDA-ക്ക് അനുകൂലമായി വരും. സ്ഥാനാർത്ഥിയുടെ മുഖവ് 52.6% LDF-ന് അനുകൂലമായി വരുന്നു, 36.7% UDF-ന്, 10.7% NDA-ക്ക്. രാഷ്ട്രീയ നിലപാടുകൾ 52.4% LDF-ന്, 36.7% UDF-ന്, 10.9% NDA-ക്ക്. പ്രാദേശിക വികസനം 49.2% LDF-ന്, 38.4% UDF-ന്, 12.4% NDA-ക്ക്. എന്താണ് തോന്നുന്നത്? ഇത് നമ്മൾ ഒന്നുകൂടെ പഴയ കാർഡ് ഇട്ട് കഴിഞ്ഞാൽ നന്നായിരിക്കും. തൊട്ട് മുമ്പുള്ള കാർഡ് ഒരിക്കൽ കൂടി കണ്ടു കഴിഞ്ഞാൽ അത് പക്ഷേ നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ശരിയായ രീതിയിലാണ് നമ്മൾ എന്നതിന് വ്യക്തത തരുന്ന ഒരു കണക്കായിട്ടാണ് എനിക്കിത് മനസ്സിലായത്. അതായത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രകടനം തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടും പരിശോധിക്കുന്നതെങ്കിൽ 63% പേരും LDF-ന് അനുകൂലമായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ പ്രകടനം വരും. എന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ പരിശോധിച്ച കാര്യങ്ങൾ കണ്ടാണ്, ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞതാണ്. അതായത് റോഡുകൾ, സ്കൂളുകൾ, ഇൻഫ്രാസ്ട്രക്ചേഴ്സ് എല്ലാം അവർ നടത്തിയിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളോട് കാര്യമായിട്ടുള്ള മതിപ്പ് സംസ്ഥാനത്തെ ജനങ്ങൾക്കുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതായിരുന്നു. അത് അവർക്ക് അനുകൂലമായിട്ട് വരുമെന്ന് ഏറ്റവും വലിയ നമ്പറായിട്ട് അതിനകത്ത് മുന്നിൽ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ കാണുന്നത് ശരിയാണ്. അതായത് സംസ്ഥാന സർക്കാരിൻ്റെ പ്രകടനമാണ് വിലയിരുത്താൻ വേണ്ടി പോകുന്നത്. അത് അവർക്ക് അനുകൂലമായിട്ട് വരും. പ്രതിപക്ഷത്തിൻ്റെ പ്രകടനം ഇത് അല്ല, ഏത് തരത്തിൽ നോക്കിയാലും നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞാണ്. പക്ഷേ അതായത് ഇഞ്ചോടിഞ്ചാണ്. അതായത് നമ്മൾ ഈ LDF-കാർ വിചാരിക്കുന്നത് പോലെ LDF-കാർ വളരെ മുന്നിലോ UDF-കാർ കരുതുന്ന പോലെ പ്രതിപക്ഷം ഉറപ്പായിട്ടും ജയിക്കും, 100-110 സീറ്റുമായിട്ട് ജയിക്കുന്നു അവർ കണക്കാക്കുന്നത് പോലെയോ അല്ല. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഇടയിലാണ് വസ്തുത കിടക്കുന്നത്. വളരെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുകയാണ്. എന്ന് വെച്ചാൽ ഒരു ചെറിയ എഡ്ജ് ഭരണപക്ഷത്തിനുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന, അത് ഓരോരുത്തരുടെ ആംഗിളിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. എനിക്ക് തോന്നുന്നത് ഒരു ചെറിയ എഡ്ജ്, വളരെ ചെറിയൊരു എഡ്ജ് LDF-ന് ഉണ്ട് എന്നത് അവിടെ ഉണ്ടെങ്കിൽ തന്നെയും ഇത് പരസ്പരം പോരടിക്കുകയാണ്. അതിശക്തമായിട്ടൊരു പോരാട്ടമാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ മനസ്സിനകത്ത് നടക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ 10 ദിവസം എന്നുള്ള അതിനിർണായകമായിരിക്കും എന്ന് നമുക്ക് ഒന്നുകൂടി ആവർത്തിച്ച് പറയാനുള്ള ഒരു വിവരങ്ങളാണ് ഇത് തരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കണക്കുകളെല്ലാം തീർച്ചയായും അതിൻ്റെ അടുത്ത വോട്ടിംഗ് ഘടകം രണ്ടാമത്തെ കാർഡ് കൂടി നമുക്കൊന്ന് പെട്ടെന്ന് നോക്കി പോകാം. പ്രാദേശിക പ്രശ്നങ്ങൾ, സ്ഥാനാർത്ഥിയുടെ മികവ്, രാഷ്ട്രീയ നിലപാടുകൾ, പ്രാദേശിക വികസനം. ഇതിനകത്ത് ഈ സ്ഥാനാർത്ഥിയുടെ നിലപാട് കണ്ടോ സനീഷ്? ഇതിനകത്ത് ഈ 52.6% കൂടുതൽ അത്ഭുതപ്പെടാനില്ല. കാരണം കൂടുതൽ MLA-മാർ
LDFിൻ്റെ MLA-മാരാണ് എന്നത് അതൊക്കെ ഈ കണക്കിൽ പ്രതിഫലിച്ചിട്ടുണ്ടാവണം. അതെ, ഇതിനകത്ത് ഈ പ്രാദേശിക പ്രശ്നങ്ങൾ പക്ഷേ നമ്മൾ നോക്കിയാൽ മറ്റൊരു കാര്യം കൂടെ നമ്മൾ തൊട്ടു മുന്നേ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നു. അത് LDFന് തിരിച്ചടി നേരിട്ട തെരഞ്ഞെടുപ്പാണ്. അതായത് പ്രാദേശികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പ്രാദേശിക പ്രശ്നങ്ങളിൽ വർഷങ്ങളായിട്ട് 2-3 ടേമായിട്ടൊക്കെ ഭരിക്കുന്ന LDFിൻ്റെ തദ്ദേശ പ്രതിനിധികളെ ജനം ശിക്ഷിച്ചിട്ടുണ്ട് നല്ല നിലക്ക്. അതായത് നല്ല വോട്ട് വ്യത്യാസം, 7.5 ലക്ഷത്തോളം വോട്ട് സംസ്ഥാനത്ത് ആകെ വ്യത്യാസം UDFന് മുൻതൂക്കമുണ്ട് കഴിഞ്ഞ തവണ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങളിൽ കൂടെ നമ്മളൊരു അതുകൂടെ ചിന്തിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. കേരള നിയമസഭയിൽ LDFനും നമുക്ക് അവിടെ നിന്ന് വായിക്കാം. അത് കേരള നിയമസഭയിൽ LDFനും UDFനും ബദലായി മൂന്നാം ശക്തി എത്തണോ എന്നതായിരുന്നു ആ ചോദ്യം. അതായത് എത്തുമോ എന്നല്ല, എത്തണോ എന്ന ചോദ്യം ചോദിച്ചപ്പോൾ മൂന്നാം ബദൽ വരണോ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടി ഇങ്ങനെ വന്നു. അതായത് വേണമെന്ന് 17.70% പേർക്ക് മാത്രമേ അഭിപ്രായമുള്ളൂ, വേണ്ട എന്ന് 65.40% പേര് പറയുന്നു. അഭിപ്രായമില്ലാത്തവർ 16.90% പേരാണ്. അതായത് സംസ്ഥാനത്ത് LDFും UDFും അല്ലാത്തൊരു മൂന്നാം ബദൽ വരണോ എന്ന് ചോദിച്ചാൽ വേണ്ട എന്ന അഭിപ്രായത്തിലാണ്. ഞങ്ങൾ LDFും UDFും കൊണ്ട് തൃപ്തരാണ് എന്ന അഭിപ്രായത്തിലാണ് വലിയ മുൻതൂക്കമുള്ളത്. അതായത് 17.70% പേർക്ക് മാത്രമേ ഒരു മൂന്നാം ബദൽ വരണം എന്ന അഭിപ്രായമുള്ളൂ. ബാക്കിയുള്ള ആളുകൾ ഇങ്ങനെ അങ്ങോട്ട് LDF UDF പോരാട്ടത്തിലൂടെ പോകട്ടെ എന്നൊരു കാര്യമാണുള്ളത്. 16.90% പേര്, എന്ന് വെച്ചാൽ 17% ആളുകൾ ഇക്കാര്യത്തിൽ ഞങ്ങളുടെ അഭിപ്രായം പറയേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ചു. എന്താ ഒന്ന്, അതായത് ഇത് സാധാരണ പരമാവധി ഇപ്പോൾ NDA മുന്നണിക്ക് ലഭിച്ച വോട്ടിൻ്റെ ഏതാണ്ട് ശതമാനക്കണക്കിന് അടുത്ത് വരുന്നതാണ് ഈ 17.70%. അതായത് ഒന്ന് മാറ്റി വോട്ട് ചെയ്യാൻ തയ്യാറുള്ള മുഴുവൻ മനുഷ്യരും ആ കാര്യത്തിൽ വേണം എന്നുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അല്ലാത്ത മുഴുവൻ പേരും വേണ്ട LDFും UDFും മതി ഇവിടെ എന്നുള്ള നിലപാട് സ്വീകരിച്ചു. പക്ഷേ അതിൽ കൗതുകരമായ കാര്യം 16.90% വലിയൊരു കണക്കാണ് അഭിപ്രായം ഇല്ലാത്തവരുണ്ട്. അത് അഭിപ്രായം ഇല്ലാന്ന് വെച്ചാൽ അവർക്ക് LDF UDF പോരാട്ടത്തോട് നിസ്സംഗതയുണ്ട്. എന്നാൽ പിന്നെ NDA വരട്ടെ എന്നതിനോട് അങ്ങനെ അങ്ങ് സമ്മതിക്കാനും വയ്യ. അതുകൊണ്ട് ഞങ്ങളൊന്നും പറയുന്നില്ല, അതുകൊണ്ട് കൂടെ ആയിരിക്കണം ഞങ്ങളൊന്നും പറയുന്നില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചു. എന്തായാലും അത് കൗതുകരമായ കണക്കാണ്. എന്തായാലും കേരളം LDF UDF പോരാട്ടത്തിന് വളക്കൂറുള്ള മണ്ണാണ്. അപ്പോൾ അതാണ് നടക്കുന്നത് എന്നുള്ള കാര്യം. ഇപ്പോൾ വോട്ടർമാരുടെ അഭിപ്രായ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന മാധ്യമം എന്താണ് എന്നുള്ളതാണ് നമുക്കൊക്കെ മാർക്കിടുന്ന വിഷയമാണ് സനീഷേത്. വോട്ടർമാരുടെ അഭിപ്രായ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന മാധ്യമം എന്ത് എന്ന ചോദ്യത്തോട് പ്രതികരിച്ചിരിക്കുന്നത് ടെലിവിഷൻ ചാനൽ വളരെ സ്വാധീനിക്കും എന്ന് പറയുന്നു. സ്വാധീനിക്കുമെന്ന് 63.9% പേര് വളരെ സ്വാധീനിക്കുമെന്ന് പറയുന്നു ടെലിവിഷൻ ചാനലുകൾ. 32.6% പേര് അത് സ്വാധീനിക്കും. അതിനപ്പുറത്ത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്വാധീനം ചെലുത്തുന്ന വിഷയം എന്നുള്ളത് അല്ലെങ്കിൽ മാധ്യമം എന്നുള്ളതോ പറയുന്നില്ല. സ്വാധീനിക്കുകയില്ല എന്ന് 2.7% പേരും, ഒട്ടും സ്വാധീനിക്കില്ലെന്ന് 0.7% പേരും പറയുന്നു. സമൂഹ മാധ്യമങ്ങൾ എങ്ങനെയാണ്? സമൂഹ മാധ്യമങ്ങൾ 55.7% പേര് അത് വളരെ സ്വാധീനിക്കും എന്നുള്ള നിലപാട് പറയുന്നു. 33.5% പേരും ഒരു പരിധിവരെ സ്വാധീനിക്കുമെന്ന് പറയുന്നു. സ്വാധീനിക്കില്ല എന്ന് 8.6% പേരും, ഒട്ടും സ്വാധീനിക്കില്ലെന്ന് 2.3% പേരും പറയുന്നു. ഓൺലൈൻ ചാനലുകൾ സ്വാധീനിക്കുമെന്ന് 45.2% പേര് പറയുന്നു. വളരെ സ്വാധീനിക്കുമെന്ന് ഏറ്റവും, അതായത് ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ ഉള്ള കണക്ക് കൂടി നോക്കണം കേട്ടോ. വളരെ സ്വാധീനിക്കും എന്ന് 45.2% പേരും, സ്വാധീനിക്കുമെന്ന് 34.8% പേരും, സ്വാധീനിക്കില്ലെന്ന് 16% പേരും, ഒട്ടും സ്വാധീനിക്കില്ലെന്ന് 4% പേരും പറയുന്നുണ്ട്. പത്രങ്ങൾ സ്വാധീനിക്കുമെന്ന് 34.9% പേരാണ് പറയുന്നത്. സനീഷിൻ്റെ ഈ കണക്കിൽ ഏറ്റവും കുറച്ച് സ്വാധീനിക്കുന്നത് പത്രങ്ങളാണെന്നുള്ള ഒരു കൗതുകം കൂടിയുണ്ട്. 34.9% പേർ, അതായത് വളരെ സ്വാധീനിക്കുമെന്ന് പറയുന്നത്. വളരെ സ്വാധീനിക്കുമെന്ന് പറയുന്നത് എണ്ണത്തിൽ കുറവാണത്. മറ്റൊന്ന് സ്വാധീനിക്കുമെന്ന് 48.4% പേര് പറയുന്നുണ്ട്. അവിടെ എന്തായാലും വർദ്ധിച്ചിട്ടുണ്ട് സ്വാധീനിക്കും എന്നുള്ളത്. 12.5% പേർ സ്വാധീനിക്കില്ലെന്നും 4.2% പേർ ഒട്ടും സ്വാധീനിക്കില്ലെന്നും പറയുന്നു. റേഡിയോ സ്വാധീനിക്കുമെന്ന് 8.1% പേർ മാത്രമാണ് പറയുന്നത്. വളരെ സ്വാധീനിക്കുമെന്ന്, അത് ഒരു പരിധിവരെ സ്വാധീനിക്കുമെന്ന് 25.3% പേരും, സ്വാധീനിക്കില്ലെന്ന് 31.4% പേര്, ഒട്ടും സ്വാധീനിക്കില്ലെന്ന് 35.2% പേര് പറഞ്ഞു. ഈ കണക്കിനെ കുറിച്ച് എന്താണ്? ഇത് വളരെ കൃത്യമായിട്ടുള്ള കണക്കാണ്. പക്ഷേ അതിനെപ്പറ്റി എനിക്ക് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ഈ പത്രങ്ങളുടെ സ്വാധീനം എന്നുള്ളത് നിസ്സാരമായിട്ട് കാണണ്ട. ഈ 34.9% അതുകൊണ്ട് മാത്രമല്ല ഞാൻ പറയുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് ദിവസം രാവിലത്തെ മലയാള മനോരമയിൽ CPM-നെതിരായിട്ടൊരു വാർത്തയുണ്ടാവും, അല്ലേ? എല്ലായ്പ്പോഴും ഉണ്ടാവും. അതായത് എല്ലാ തെരഞ്ഞെടുപ്പിലും വന്ന് ഒരു ഭ്രമാത്മകമായിട്ടൊരു വാർത്തയുണ്ടാവും. ആ വാർത്ത എന്താ സംഭവിക്കുക? ആ വാർത്ത അന്നത്തെ TV മാധ്യമത്തിലെ വാർത്തയായിട്ട് വരും. ഏത് ആളുകൾ വോട്ടിലേക്ക് പോകുമ്പോഴേക്ക് ഈ രാവിലെ അടിച്ചിറങ്ങുന്ന പത്രത്തിൻ്റെ ഫ്രണ്ട് പേജ് വാർത്ത ടെലിവിഷനിൽ വാർത്തയായിട്ട് വന്നിട്ടുണ്ടാവും. അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് പരക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കുറേ അതായത് ഇവിടെ ഈ പത്രത്തിന് ഇത്രയും സ്വാധീനം ഉണ്ടെങ്കിലും ഇത് ഇവിടങ്ങളിലേക്കൊക്കെ കണ്ടന്റ് പോകും. ആ കണ്ടന്റിന്
മലയാള മനോരമയുടെ പത്രങ്ങളുടെ കണ്ടന്റിന് ഇവിടങ്ങളിൽ കൂടെ സ്വാധീനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഏറ്റവും കുറഞ്ഞ കണക്കിൽ ഈ ജനം പെടുത്തിയിരിക്കുന്നത് ഉൽപ്പാദിപ്പിക്കുന്ന സംഗതിയാണ് മറ്റെല്ലാത്തിലും കൂടി ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത്. നമ്മളോട് പ്രതികരിച്ച മനുഷ്യരിൽ അവർ പറയുന്നത് അവരെ എന്താണ് സ്വാധീനിക്കുക എന്നുള്ള കാര്യമാണ്. അതായത് ഞങ്ങൾ ടി വിയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്, ടി വിയിൽ വരുന്ന വാർത്തകൾ കണ്ടിട്ടാണ് ഞങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത് എന്നവർ പറയാണല്ലോ ചെയ്യുന്നത്. ടി വിയിലും ഇവിടെയും വരുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ വരുന്നൊരു കണ്ടന്റ് നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. കാരണം ഇപ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മയില്ല, കെവിൻ ബദവും ചില ദിവസം വളരെ ഭ്രമാത്മകമായിട്ട് നേരെ ഇതിൻ്റെ ഉത്തരവാദിത്തം എടുത്ത് പിന്നെ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ പിന്നെയാണ് വരിക. അപ്പോൾ അത് ഇവിടങ്ങളിലേക്ക് പോകും. അപ്പോൾ മാധ്യമങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ സന്തോഷകരമായ കാര്യം ടി വി ചാനലുകളെയാണ് അവർ ഈ വാർത്ത അറിയാനും കാര്യങ്ങളെ പറ്റി അവർക്കൊരു നിലപാടിലേക്ക് എത്താനായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്ന ഒരു സന്തോഷകരമായ കാര്യം അതിനകത്തുണ്ട്. നമുക്കൊരു ചെറിയ ഇടവേളയിലേക്ക് പോകണം. അതിനു മുമ്പ് എനിക്ക് തോന്നുന്നു അനിലിനോടൊന്ന് സംസാരിച്ചേക്കാം. അതായത് ഈ പ്രത്യേകിച്ച് മാധ്യമങ്ങളെക്കുറിച്ചുള്ളൊരു കാര്യം എനിക്ക് മെത്തഡോളജിയിലേക്കൊക്കെ ഇനി നമുക്ക് പോകാനുമുണ്ട് കേട്ടോ. അനിൽ, നമ്മളൊരു പ്രധാനപ്പെട്ട ഈ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കുറെ കൂടെ അങ്ങോട്ട് പോവുകയാണ്. അതായത് നേരത്തെയൊക്കെ നേർക്കുനേർ അതേ അല്ല എന്ന ചോദ്യങ്ങളുള്ള അഭിപ്രായ സംഗതികളിലൂടെ നമ്മൾ കടന്നുപോയെങ്കിൽ ഇപ്പോൾ ഈ പത്രമാധ്യമങ്ങളുടെ കാര്യങ്ങളും എന്താണ് സ്വാധീനിക്കുക എന്ന ചോദ്യങ്ങളൊക്കെ ചോദിച്ച് കുറച്ചുകൂടെ സങ്കീർണമായിട്ടുള്ള കുറച്ചുകൂടെ ആഴത്തിൽ പരിശോധിക്കാനുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ വന്ന സംഗതികളെ പറ്റി ഒന്നുകൂടെ ഒന്ന് വിശകലനം ചെയ്യാമോ? ഓക്കെ, ഞാൻ വിശദമായിട്ട് ഈ ഫലങ്ങൾ വിലയിരുത്തുകയായിരുന്നു. അതിൽ പ്രധാനമായിട്ടും എന്താണ് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഘടകം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ ഗൗരവതരമായ ചില ചിന്തകൾ ഉണർത്തുന്നൊരു സംഭവമാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനമാണ് ഏറ്റവും കൂടുതൽ ആളുകളെ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കുന്നതാണ്. അതിനെ ക്ലോസ് ആയിട്ട് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അത് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും അല്ലെങ്കിൽ മറ്റ് മൂന്നാം മുന്നണിക്കും ഒരേപോലെ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുമെങ്കിൽ പോലും പ്രധാനമായും അവർ പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ വോട്ട് നിർണ്ണയിക്കുന്നതിൻ്റെ ഘടകമെന്ന് പറയുന്നത്. ഇത് നമ്മൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കേരളത്തിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ട്രെൻഡായിട്ട് ഇത് മാറിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളാണ് വിലയിരുത്തേണ്ടത് എന്ന ഒരു ബോധ്യം മലയാളികൾക്കുണ്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം തന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് കൂടുതലായും ദേശീയ വിഷയങ്ങൾ അതിനോടുള്ള പ്രതികരണവും പ്രകടമാകുന്നു. കുറച്ച് മുമ്പ് ഇവിടെ സൂചിപ്പിച്ച പോലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകൾ വരുമ്പം പ്രാദേശികമായി വരുന്ന വിഷയങ്ങളോടുള്ള പ്രതികരണം നടത്തുന്നു എന്നൊരു ട്രെൻഡ് ഈ സർവേയുടെ ഈ റിസൾട്ട് പരിശോധിച്ചപ്പം എനിക്ക് തോന്നുകയുണ്ടായി. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ മാധ്യമങ്ങളുടെ സ്വാധീനത്തെക്കുറിച്ച് നമ്മുടെ ഈ മാറിക്കൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മൾ വിവരങ്ങൾ അറിയാൻ വേണ്ടി സഡനായിട്ടുള്ള വിവരങ്ങൾ അറിയാൻ വേണ്ടി ഓൺലൈൻ മാധ്യമങ്ങളെയും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ പോലും അവയുടെ ആധികാരികതയെക്കുറിച്ച് സംശയിച്ചുകൊണ്ടാണ് പലപ്പോഴും അവ പരിശോധിക്കുന്നത്. ഒരു ഒറിജിനൽ റെഫറൻസ് എന്ന രീതിയിലേക്ക് അത് വിശ്വസനീയമായി മാറുന്നത് ഔദ്യോഗികമായ ഏതെങ്കിലും ഒരു ചാനലിൽ അത് വാർത്താരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് വരുമ്പോൾ മാത്രമാണ് ആ വാർത്തയുടെ വിശ്വാസത മലയാളികൾ അല്ലെങ്കിൽ പൊതുസമൂഹം വിശ്വാസത്തിലെടുക്കുന്നത്. ഇതേ സമയത്ത് തന്നെ പത്രങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ പത്രങ്ങൾക്ക് ഇപ്പം സനീഷ് ഇവിടെ സൂചിപ്പിച്ച പോലെ വലിയ തരത്തിലുള്ള ഇൻഡയറക്റ്റായിട്ടും ഡയറക്റ്റായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ പോലും ഗഹനമായ പത്രവായന രീതികൾ പണ്ട് മലയാളികൾ പിന്തുടരുന്നത് പോലെ ഗഹനമായ ആഴത്തിലുള്ള പത്രവായന രീതികൾ എന്ന് പറയുന്ന ശൈലിയിലേക്കും പുതിയ തലമുറ ഉൾപ്പെടെ അതിൽ വ്യതിചലിച്ചിട്ടുണ്ട് എന്നൊരു കാര്യം കൂടി ഇതിനകത്തുണ്ട്. തീർച്ചയായും അതുകൊണ്ട് ഈ സർവേയിലെ ഈ ഫൈൻഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോഴും കേരളത്തിൽ ഈ ന്യൂസ് ചാനലുകളുടെ റിലവൻസ് വളരെ സജീവമായി നിൽക്കുന്നു, അത് വളരെ കൂടുതലാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്തായാലും അത് വളരെ നല്ലൊരു ഒരു ഫൈൻഡിങ് ആയിട്ടാണ് അല്ലെങ്കിൽ ഒരു കണ്ടെത്തലായിട്ടാണ് എനിക്ക് വിലയിരുത്താൻ കഴിയുന്നത്. ശരി അനിൽ, തിരിച്ചു വരാം. അതായത് ഇപ്പോൾ ഹർഷ, നമ്മളിപ്പോൾ തെരഞ്ഞെടുപ്പ് സർവേയാണ് നടന്നതെങ്കിലും അതിനകത്ത് ഇപ്പോൾ അനിൽ വിശകലനം ചെയ്ത് പറഞ്ഞതുപോലുള്ള കുറേയേറെ ഇൻഫർമേഷൻസ്, കുറേ ഇൻസൈറ്റ്സ് നമുക്ക് സൊസൈറ്റിയെ പറ്റിയുള്ളതും കൂടെ ലഭ്യമാണ്. സത്യത്തിൽ ഇത് നമ്മൾ കുറച്ചുകൂടെ സമയമെടുത്തിട്ട് ഈ പത്രത്തിൻ്റെ കാര്യങ്ങളും അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ കാര്യങ്ങളും സൈബർ ഇടത്തിലെ പാർട്ടികളുടെ ഇടപെടലും ഒക്കെ കുറേ കൂടെ സൂക്ഷ്മമായിട്ടുള്ള ചോദ്യങ്ങൾ കൂടെ നമുക്ക് കയ്യിൽ കിട്ടിയിരിക്കുന്ന ഡാറ്റ തന്നെ വെച്ച് അനലൈസ് ചെയ്താൽ ഒരുപാട് ഇൻഫർമേഷൻസ് നേരിട്ട് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട അല്ലാത്ത ചില കാര്യങ്ങൾ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ബഹുഭൂരിപക്ഷവും ഈ തെരഞ്ഞെടുപ്പിൽ കക്ഷി രാഷ്ട്രീയമായിട്ട് തിരിഞ്ഞു നിൽക്കുന്ന ഇരുമുന്നണികൾക്കിടയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ആ ഒരു രാഷ്ട്രീയ സാഹചര്യം അഭിപ്രായങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടാകാമെങ്കിലും നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ മാധ്യമങ്ങൾക്കൊക്കെയുള്ള സ്വാധീനത്തെ സംബന്ധിച്ച് കുറേ കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ഇപ്പോൾ
അവതരിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, പിന്നെ നമ്മൾ നേരത്തെ സനീഷ് ആദ്യം അവിടെ വിലയിരുത്തിയില്ലേ, അതായത് ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കൂടിയാണ് ഇരിക്കുന്നത്. ഈ കണ്ടന്റ് ഉൽപ്പാദിപ്പിക്കുന്നത് ആരെങ്കിലും ആയിരിക്കും, പക്ഷേ ഈ എല്ലാ മാധ്യമങ്ങളിലൂടെയും അത് ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ജനങ്ങൾ ഇതിലേതാണ് സ്വാധീനം ചെലുത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ഒറ്റ കാര്യം അതിനിടയ്ക്ക് പറയാൻ മറന്നു. അതായത് നമ്മൾ ഇടക്കാലത്ത് കർഷകർ നമ്മൾ തന്നെയും കരുതിയിരുന്നു കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഈ ടെലിവിഷൻ മാധ്യമങ്ങൾ അപ്രസക്തമായിട്ട്. ഇപ്പോൾ പത്രം ക്ഷീണിച്ചു, ടെലിവിഷൻ വന്നു. ടെലിവിഷൻ ക്ഷീണിച്ചാണ് സോഷ്യൽ മാധ്യമങ്ങൾ, സാമൂഹ്യ മാധ്യമങ്ങൾ ശക്തി പ്രാപിക്കുന്നതെന്നാണ് നമ്മൾ കരുതിയത്. ഫോണിൽ വന്നിരുന്ന ഈ പറയുന്ന ഇപ്പോഴത്തെ ഓൺലൈൻ മീഡിയ ഉണ്ടല്ലോ, യൂട്യൂബേഴ്സും മറ്റുമൊക്കെ, അത് ആണ് ഇതിനേക്കാൾ മുകളിൽ അഭിപ്രായ രൂപീകരണത്തിൽ നിൽക്കുക എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. ഇപ്പോൾ BJP ഒക്കെ ആണെങ്കിൽ ആദ്യം മുതൽ തന്നെ അവരുടെ പ്രചാരണ മാധ്യമങ്ങളാക്കിയിട്ട് ഇത്തരം സോഷ്യൽ മീഡിയയിലെ യൂട്യൂബ് ചാനലുകളൊക്കെയാണല്ലോ എടുത്തിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു ചിന്ത സമൂഹത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതല്ല, അങ്ങനെയല്ല സംഭവിക്കുന്നത്. ടെലിവിഷൻ മാധ്യമങ്ങൾക്കാണ് കൂടുതൽ സ്വാധീന ശേഷി കേരളത്തിലുള്ളത് എന്നൊന്നുകൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടും. അതിനകത്ത് ഒരു കാര്യം കൂടിയുണ്ട് സനീഷ്, അതായത് സോഷ്യൽ മീഡിയ എന്ന് അവർ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആയിരിക്കും അറിയുന്നത്, പക്ഷേ ടെലിവിഷൻ ചാനലുകൾ ഉൽപ്പാദിപ്പിക്കുന്ന കണ്ടന്റാണ് പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ അവരുടെ കയ്യിൽ കിട്ടുന്നത്. അതിനെ ഒരു ചാനൽ എന്നുള്ള നിലയ്ക്ക് തന്നെ പെടുത്തു. ഇപ്പോൾ നമ്മുടെ ഒരു കണ്ടന്റോ മറ്റേതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ കണ്ടന്റോ അവർക്ക് സോഷ്യൽ മീഡിയയിൽ മൊബൈൽ ഫോണിൽ കിട്ടിയാൽ അത് ഈ ചാനൽ ഉൽപ്പാദിപ്പിച്ച ഒരു സംഗതി എന്നാണ് അവർ മനസ്സിലാക്കിയെടുക്കുക. അങ്ങനെ